ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ്. ഇന്ന് നമുക്ക് ഒരു ഈസി ബിരിയാണി തയ്യാറാക്കാം. നമ്മൾ കൈമ റൈസിലാണ് ചെയ്യുന്നത്. ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. ചിക്കൻ കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നിങ്ങൾക്ക് ഈ ബിരിയാണി നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം. നമ്മളിവിടെ കൈമ റൈസ് 1/2 കിലോയാണ് എടുത്തിരിക്കുന്നത്. ചിക്കനും 1/2 കിലോ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു 3-4 സവാള ചെറുതായി കട്ട് ചെയ്തതും 2 തക്കാളിക്ക ചെറുതായി കട്ട് ചെയ്തത്, കുറച്ച് മല്ലിയില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, കുറച്ച് പച്ചമുളകും. നമുക്ക് പെട്ടെന്ന് തന്നെ കുക്കറിൽ ചെയ്യുന്ന ബിരിയാണിയാണ്. നമുക്കത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. കുറച്ച് നെയ്യും വെളിച്ചെണ്ണയും ചേർത്തിട്ട് കുറച്ച് സ്പൈസസൊക്കെ ചേർത്ത് ഗ്രാമ്പൂ, കറുവപ്പട്ട, ഏലക്ക ഇതെല്ലാം ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടെ ചേർക്കാം. അതും ഒന്നും കൂടെ നല്ലപോലെ മൂപ്പിച്ചെടുക്കാം. ഇത് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന ബിരിയാണിയാണ്. നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും, അധികം എരി വേണ്ടതിന് കുറച്ച് പച്ചമുളക് ചേർത്തിട്ടുള്ളത്. പച്ചമുളകും ചേർത്ത് കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് നമുക്കിനി സവാളയും കൂടെ ചേർക്കാം. സവാളയും ചേർത്ത് കുറച്ചുപ്പും ചേർക്കാം. കുറച്ചുപ്പും മഞ്ഞൾപ്പൊടിയും ചേർക്കാം. നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇത് കുറച്ച് വഴണ്ടി വരുമ്പോൾ നമുക്ക് മല്ലിപ്പൊടി, ഒരു 2 സ്പൂൺ മല്ലിപ്പൊടിയും 1.5 സ്പൂൺ മുളക് പൊടിയും ചേർക്കാം. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് തക്കാളിക്കയും കൂടെ ചേർക്കാം. മുളക് പൊടി മല്ലിപ്പൊടിയെല്ലാം ചേർത്ത് അതെല്ലാം ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ കൂടെ തക്കാളിക്കയും കൂടെ ചേർക്കാം. തക്കാളിക്കയും ചേർത്ത് നമുക്ക് ചിക്കനും ചേർക്കാം. നല്ലപോലെ ഇളക്കി ഉപ്പൊക്കെ പാകത്തിന് ചേർത്ത് ഗരം മസാലപ്പൊടിയും ചേർത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് കുക്കറിൽ സാദാ അടപ്പടച്ച് വേവിക്കാം. നല്ലപോലെ ഇളക്കി നമുക്ക് അടച്ച് വേവിക്കാം. ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഊറ്റി വെച്ചിരിക്കുന്ന അരിയും കൂടെ ചേർക്കാം. അരിയിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമുക്ക് വെള്ളം ചേർക്കുമ്പോൾ അതിന് കുറച്ച് ചേർത്താൽ മതിയാകും. 2 ഗ്ലാസ് അരിയാണ്, 1/2 കിലോ അരി. 4 ഗ്ലാസ് വെള്ളം ചേർക്കാം. നല്ലപോലെ ഇളക്കി ഉപ്പൊക്കെ പാകമാണോ നോക്കി നമുക്ക് കുക്കറിൻ്റെ അടപ്പടയ്ക്കാം. ആവി വന്നതിന് ശേഷം ഒരു 7 മിനിറ്റ് സിമ്മിൽ വെച്ചിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കാം. നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ്. നമ്മുടെ ബിരിയാണിയും സാലഡും റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കുക.